ഓ സഹോദരന്മാരെ, എന്നാൽ ഇവിടെയുള്ള ബുദ്ധിമുട്ടിനെ സംബന്ധിച്ചാണല്ലോ ഇപ്പോൾ പറഞ്ഞത്. പലപ്പോഴും ബസ് സ്റ്റോപ്പിൽ പോയി ഇരുന്നിട്ട് ഇങ്ങനെ സൊറ പറയുന്ന ചെറുപ്പക്കാരുണ്ട്. മതബോധം തീരെ ഇല്ലാത്തവരുടെ ഏർപ്പാടാണിത്. എന്റെ മുസ്ലിം ചെറുപ്പക്കാരെ, നിങ്ങളതിൽ പെട്ടുപോകരുത്. ഇതുപോലെ ഞാൻ നിങ്ങളോട് പറയട്ടെ, എന്റെ വകയിൽ പറയുന്ന ഉപദേശമല്ല. ബുഖാരി, മുസ്ലിം തുടങ്ങിയ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഹദീസുകളാണ്. അത് നിങ്ങൾ പഠിപ്പിക്കലും നിങ്ങൾക്ക് അറിയിച്ചു തരലും ഈ മുസ്ലിം ഉമ്മത്തിന്റെ ഭക്ഷണം കഴിച്ച് ജീവിച്ച പണ്ഡിതന്മാരുടെ കടപ്പാടാണ്. ആ കടപ്പാട് നിർവഹിക്കുക മാത്രം ചെയ്യുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ കാര്യമാണ്. ഇനി വ്യക്തമായി തന്നെ അവിടുന്ന് പറയുന്നത് കണ്ടോ, ലാ യൻദുറു റജുലു ഇലാ ഔറത്തിർ റജുലി വലൽ മർഅതു ഇലാ ഔറത്തിൽ മർഅതി. സ്ത്രീകളിലേക്ക് നോക്കാൻ പാടില്ലെന്ന് മാത്രമല്ല, ഒരു പുരുഷന്റെ ഔറത്തിലേക്ക് മറ്റൊരു പുരുഷൻ നോക്കാൻ പാടില്ല. ഒരു പെണ്ണിന്റെ ഔറത്തിലേക്ക് ഒരു പെണ്ണ് നോക്കാൻ പാടില്ല. വലാ യുഫ്ദിർ റജുലു ഇലർ റജുലി ഫീ സൗബിൻ വാഹിദിൻ. ഒരൊറ്റ പുതപ്പും പുതച്ചിട്ട് വേറെ ഒരു മറയുമില്ലാതെ രണ്ട് പുരുഷന്മാരൊന്നായി കിടക്കാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുകയാണ്, അതേ മുട്ടുപൊക്കിളിനിടയിലുള്ള സ്ഥലം മറക്കുന്ന ഒരു തുണി പോലുമില്ലാതെ വെറും ചട്ടി ഉടുത്തുകൊണ്ടോ ട്രൗസർ ഉടുത്തുകൊണ്ടോ മാത്രം രണ്ട് പുരുഷന്മാർ അടുത്തടുത്ത് കിടക്കുകയും എന്നിട്ട് ഒരു പുതപ്പ് കൊണ്ടങ്ങ് മൂടുകയും ചെയ്യുന്നുവെങ്കിൽ അത് പാടുള്ളതല്ല. മറയില്ലാത്ത നിലക്ക് ഒരു തുണിയുടെ ഉള്ളിൽ രണ്ടുപേര് കൂടുന്നത് പുരുഷന്മാർ രണ്ടാളുകളാണെങ്കിൽ തന്നെ പാടുള്ളതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, വലാ തസ്ലിൽ മർഅതു ഇലൽ മർഅതി ഫി സൗബിൽ വാഹിദി. ഇതുപോലെ ഒരു തുണിയുടെ ഉള്ളിൽ ഒരു സ്ത്രീയും അങ്ങനെ രണ്ട് സ്ത്രീകൾ ഒരു തുണിയുടെ ഉള്ളിൽ അവർ കിടക്കാൻ പാടില്ല. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന സഹീഹായ ഹദീസാണ്. അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്, അൽ ഐനാനി സിനാഹു ബൻ നദറു. വ്യഭിചാരം വെറും ലൈംഗികാവയവങ്ങൾ കൊണ്ട് മാത്രമല്ല, കണ്ണുകൊണ്ടുള്ള നോട്ടം, രണ്ട് കണ്ണിന്റെ നോട്ടം അത് വ്യഭിചാരമാണ്, കണ്ണിന്റെ വ്യഭിചാരമാണ്. വല്ലുദുനാനി സിനാഹു വൽ ഇസ്തിമാഉ. അന്യ പെണ്ണിന്റെ സൗണ്ട്, അത് നിങ്ങൾ മൊബൈലിൽ വിളിച്ചിട്ടാണെങ്കിലും ശരി, അല്ലാത്ത ഫോണിൽ വിളിച്ചിട്ടാണെങ്കിലും ശരി, അല്ല നിങ്ങൾ മറ്റെന്തെങ്കിലും രാഗം പാടുന്നത് കേട്ടിട്ടാണെങ്കിലും ശരി, അല്ല നിങ്ങൾ നേരിൽ സംസാരിച്ചു കൊണ്ടാണെങ്കിലും ശരി, മറ്റൊരു പെണ്ണിന്റെ സൗണ്ട് കേട്ട് രസിക്കുന്ന പരിപാടി, അല്ലെങ്കിൽ മറ്റൊരു പുരുഷന്റെ സൗണ്ട് കേട്ട് പുരുഷനാണെന്ന നിലക്ക് ആ സൗണ്ട് കേട്ട് രസിക്കുന്ന ഏർപ്പാട്, അതിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, വൽഉദുനാനി സിനാഹു വൽ ഇസ്തിമാഉ. ശ്രദ്ധിച്ച് കേൾക്കുന്ന കേൾവി, ആ കേൾവി അത് കാതിന്റെ വ്യഭിചാരമാണ്. ഓ മുതഅല്ലിമീങ്ങളെ, ഫത്ഹുൽ മുഈനിൽ നിങ്ങൾ ഓതിയിട്ടുണ്ട്, ഞാൻ അത് അറിയാത്തത് കൊണ്ട് പറഞ്ഞതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫത്ഹുൽ മുഈൻ കാണാത്തത് കൊണ്ട് പറഞ്ഞതല്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ ഇൽമ്, ആ ഇൽമല്ലേ സർവ്വ കിതാബിലുമുള്ളത്. അല്ലാതെ റസൂലുള്ള ഫത്ഹുൽ മുഈൻ ഓതാനിട്ട് തെറ്റിപ്പോയെന്ന് ആരും തെറ്റിദ്ധരിച്ചു പോകരുത്. ഫത്ഹുൽ മുഈനിലുണ്ട് അന്യ സ്ത്രീയുടെ ശബ്ദം ഔറത്തല്ല എന്നുണ്ട്. അത് ശരിയാണ്, അത് ഈ പറഞ്ഞ ഹദീസുമായി എതിരല്ല. അന്യ സ്ത്രീയുടെ ശബ്ദം ഔറത്തല്ല, അതുപോലെ അന്യപുരുഷന്റെ ശബ്ദം ഔറത്തല്ല എന്ന് പറഞ്ഞത് ശരിയാണ്. അതെന്റെ ഇപ്പൊ ഞാൻ വേറെ പറയുന്നു, എത്രയോ അന്യ സ്ത്രീകൾ കേൾക്കുന്നു, അത് ഔറത്താണെങ്കിൽ അവർക്ക് കേൾക്കാൻ പറ്റുമോ? ഇതുപോലെ ഒരന്യ സ്ത്രീ, ആ സ്ത്രീയോട് ഒരാൾ ഒരു കച്ചവടം ചെയ്യുന്നു, ആയിഷ അതിന്റെ പശുവിനെ നീ വിൽക്കുമോ? ഒരു കച്ചവടക്കാരൻ ചോദിക്കുകയാണ്. ആയിഷ പറയുന്നു, ഞാൻ വിൽക്കും. എത്രക്ക് വിൽക്കും? അന്നൊരു 20,000 ഉറുപ്പിക കിട്ടണം. ഇതിങ്ങനെ കേൾക്കുമ്പോൾ ഔറത്താണെങ്കിൽ കേൾക്കാൻ പറ്റുമോ? അതുകൊണ്ടല്ലേ അല്ലാഹു പറഞ്ഞു, ഫസ്അലൂഹുന്ന മിൻ വറാഇ ഹിജാബ്. നിങ്ങൾ മറയുടെ പിന്നിൽ നിന്നുകൊണ്ട് അവരോട് ചോദിക്കുക. അപ്പൊ ആവശ്യത്തിന് വേണ്ടിയുള്ള സംസാരം കേൾക്കുമ്പോൾ ആ കേൾക്കുന്ന ശബ്ദം ഔറത്തല്ല, അത് കേൾക്കൽ ഹറാമല്ല. അന്യ സ്ത്രീയുടെ ശബ്ദം നമുക്ക് ആ നിലക്ക് കേൾക്കാം. പക്ഷേ രസിക്കാൻ വേണ്ടിയാണ് ശബ്ദം കേൾക്കുന്നതെങ്കിൽ, അന്യപെണ്ണിന്റെ ശബ്ദം കേട്ട് രസിക്കുക എന്ന നിലക്കാണെങ്കിൽ, അന്യപുരുഷന്റെ ശബ്ദം കേട്ട് രസിക്കുക എന്നതാണെങ്കിൽ അത് കടുത്ത ഹറാമ് തന്നെ. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്,
രണ്ട് കാതിന്റെ വ്യഭിചാരമാണ് ശ്രദ്ധിച്ച് കേൾക്കൽ. വല്ലിസാനു സിനാഹുമൽ കലാമു, നാവിന്റെ വ്യഭിചാരമാണ് സംസാരിക്കൽ. അന്യപുരുഷനോട് അന്യപെണ്ണ് എന്തിനാവശ്യമില്ലാതെ സംസാരിക്കണം. സുബ്ഹാനല്ലാഹ്, എന്റെ സഹോദരിമാരോട് ഞാൻ പ്രത്യേകം പറയുകയാണ്, പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ വീട്ടിൽ നിന്ന് പഠിക്കുന്ന പെൺകുട്ടികൾ, അവര് പഠിക്കുന്നത് ഏത് സ്ഥാപനത്തിലാണെങ്കിലും അവര് ടെലിഫോൺ എടുത്ത് വിളിക്കുന്നുണ്ടെങ്കിൽ എവിടെയാണ് വിളിക്കുന്നതെന്ന് നമ്മൾ അറിയണം. ആരെയാണ് വിളിക്കുന്നതെന്ന് അന്വേഷിക്കണം. കൂടെ പഠിക്കുന്ന യുവാവിനെ വിളിക്കൽ അവൾക്ക് അനുവദനീയമല്ല. പഠിപ്പിക്കുന്ന ഗുരുനാഥനെയും വീട്ടിൽ വെച്ച് വിളിക്കേണ്ടതില്ല. എന്തിന് വിളിക്കുന്നു, ആരെ വിളിക്കുന്നു എന്ന് നമ്മൾ ആലോചിക്കണം. കൊണ്ടുപോകുന്ന ഡ്രൈവറെയും ക്ലീനറെയും അവൾക്ക് വിളിക്കേണ്ടതില്ല. ഇങ്ങോട്ട് സംസാരിക്കുന്നത് ആരാണെന്ന് രക്ഷിതാക്കൾ ശ്രദ്ധിക്കണം. അത് രക്ഷിതാക്കളുടെ കടപ്പാടാണെന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. കുറെ കാലം, കുറച്ച് ദിവസം കഴിയുമ്പോ സുബ്ഹാനല്ലാഹ്, എന്റെ അനുഭവം എനിക്കറിയാം. എത്ര രക്ഷിതാക്കളാണ് പൊട്ടിക്കരയുന്നത്. എന്റെ അടുക്കൽ തന്നെ ഈ ഒരു വർഷത്തിനിടയിൽ എത്ര രക്ഷിതാക്കൾ വന്ന്, ഉസ്താദെ എന്ത് വേണമെങ്കിലും നേർച്ച തരാം, ഉസ്താദ് എന്തെങ്കിലും ചെയ്തു തരുമോ എന്ന് ചോദിക്കുന്നവരുണ്ട്. എന്താ പ്രശ്നം? എന്റെ മക്കളെ ഞാൻ നന്നായി മകളെ പഠിപ്പിച്ചു, അവൾ ഡിഗ്രി എടുത്തു, പല സംഗതികളുമായി ഞാനൊരു നല്ല പുതിയ അവളുടെ നേരത്തെ തന്നെ പറഞ്ഞു വെച്ചു. പക്ഷേ കല്യാണം അന്വേഷണം വരുമ്പോഴേക്ക് അവൾ നേരത്തെ തന്നെ മറ്റൊന്ന് കണ്ടുവച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവൾ അതേ സ്വീകരിക്കുന്ന പറയുന്നത്. അതുകൊണ്ട് ഒന്നത് ഒഴിവായി കിട്ടാൻ എന്റെ തറവാട്ടിനോട് യോജിക്കുന്നില്ല, എന്റെ കുടുംബത്തോട് യോജിക്കുന്നില്ല, സംസ്കാരത്തോട് യോജിക്കുന്നില്ല. ഞാൻ എന്റെ പെൺകുട്ടിയുടെ മുന്നിൽ കുടുങ്ങി. അതുകൊണ്ട് ഉസ്താദ് ഒന്ന് രക്ഷപ്പെടുത്തി തരണം. ഓ മോനെ, ഒരു ഉസ്താദിനും രക്ഷപ്പെടുത്താൻ കഴിയൂല കേട്ടോ. രക്ഷപ്പെടുത്താൻ കഴിയുന്നവൻ അള്ള മാത്രമേ ഉള്ളൂ. അതിന് നിന്നോട് അള്ളയും റസൂലും കൽപ്പിച്ചതനുസരിച്ച് നീ നീങ്ങേണ്ടതുണ്ട്. നീ ആലോചിക്കണം. നിന്റെ മകള് സംസാരിക്കുന്ന സമയത്ത് നിന്റെ ഭാര്യക്ക് എന്തായിരുന്നു വീട്ടിൽ ജോലി? അവൾക്കൊന്നത് ശ്രദ്ധിച്ചുകൂടായിരുന്നു? നിനക്കും ഒന്ന് ശ്രദ്ധിച്ചുകൂടായിരുന്നു? ഞാൻ നിന്നോട് ചോദിക്കട്ടെ, നിന്റെ മകള് ഒരുപക്ഷെ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകള്, അല്ലെങ്കിൽ 12ാം ക്ലാസ് പഠിക്കുന്ന മകള്, അല്ലെങ്കിൽ ഡിഗ്രിക്ക് പഠിക്കുന്ന മകള്, അതാ ഒരു ചെറുപ്പക്കാരനോട് സ്കൂളിലോ കോളേജിലോ ഉള്ള ഒരു ചെറുപ്പക്കാരനോട് സംസാരിക്കുന്നത് കണ്ടു എന്ന് നിന്റെ അയൽവാസിയായ ഒരു മനുഷ്യൻ നിന്നോടൊന്ന് ഉണർത്തിപ്പോയാൽ നീ അവനെക്കുള്ള വാളെടുത്തില്ലേ? എന്റെ മോളെ കൊണ്ട് അങ്ങനെ പറഞ്ഞു കളഞ്ഞു എന്ന് നീ പറഞ്ഞില്ലേ? ഞാൻ നിന്നോട് ചോദിക്കട്ടെ, ആരോടും പറയാതെ സ്വന്തം ബാപ്പയായ നിന്നോട് അദ്ദേഹം നിന്നോടുള്ള കൂറ് കൊണ്ടൊന്ന് ഉണർത്തിയതല്ലേ? ഉമ്മയായ നിന്നോട് അപ്പുറത്തെ പെണ്ണ് നിന്റെ മകള് പിഴച്ചു പോകണ്ടെന്ന് മനസ്സിലാക്കി ഒന്ന് സൂചിപ്പിച്ചതല്ലേ? അപ്പോഴേക്ക് നീ ആ പെണ്ണിനെ കുറ്റം പറഞ്ഞില്ലേ? അയൽവാസിയെ കുറ്റം പറഞ്ഞില്ലേ? ഇപ്പോൾ നിന്റെ പെൺകുട്ടി ഇറങ്ങിപ്പോകുന്ന സമയത്ത് നീ കൈകടിക്കുകയാണല്ലേ? നിന്റെ വീട്ടിൽ നീ രാത്രി കാവൽ നിൽക്കുകയാണല്ലേ? നിന്റെ ഗതികേട് ചെറിയ ഗതികേടല്ലല്ലോ. കഠിനാധ്വാനം ചെയ്തുണ്ടാക്കിയ പണം കൊണ്ട് ഊടും ഉറക്കുമഴിച്ച് നീ വളർത്തിയ നിന്റെ പെൺകുട്ടിയെ പേടിച്ചിട്ട് നിനക്ക് ഉറക്കം വരുന്നില്ല, നിനക്ക് പല സ്ഥലത്തും പോകാൻ കഴിയുന്നില്ല, നിനക്ക് ഒരു കാര്യവും ചെയ്യാൻ കഴിയുന്നില്ല. വല്ലാത്ത ഗതികേടിലായില്ലേ നീ? ഇതിന് നിനക്കും ഉത്തരവാദിത്വമുണ്ട് കേട്ടോ. നീ ആലോചിക്കേണ്ടതായിരുന്നു. ഈ പെണ്ണിനെ പുറത്തേക്ക് വിടുന്ന സമയത്ത് നീ ആലോചിക്കേണ്ടതായിരുന്നു, ഇവിടെ വല്ല അപകടവും വരാൻ സാധ്യതയുണ്ടോ? ആ സാധ്യത ഞാൻ അടച്ചു കളഞ്ഞിട്ടുണ്ടോ? അതിന്റെ വഴികൾ ഞാൻ അടച്ചിട്ടുണ്ടോ എന്ന് നീ ആലോചിക്കേണ്ടതായിരുന്നു. ഇതുപോലെ നീ വളരെ കഠിനാധ്വാനം ചെയ്ത് പോറ്റി വളർത്തിയ നിന്റെ ചെറുപ്പക്കാരനായ മകൻ നിനക്കൊരു ഉപകാരത്തിനുമെത്തുമെന്ന് തോന്നുമ്പോ നീ അവന് പറ്റിയ കുടുംബത്തിൽ നിന്ന് നല്ല ഒരു പെൺകുട്ടി വിവാഹം കഴിപ്പിക്കണം. അത് അവനും കൂടി കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് മതിയെന്ന് നിന്റെ മനസ്സിൽ നീ ഉദ്ദേശിക്കുകയും തീരുമാനിക്കുകയും ചെയ്യുമ്പോ സുബ്ഹാനല്ലാഹ്, അവനതാ പോയിട്ട് ഏതോ നീ കെട്ടിയിട്ട് അവിടെ ഇങ്ങോട്ട് വിളിക്കുന്നത് ഞാനങ്ങ് കൊണ്ടുവന്നാലോ? വല്ലാത്ത ഗതികേട് തന്നെ. ഉത്തരവാദിത്വം കുറച്ചൊക്കെ നിനക്കുമില്ലേ? അല്ലാഹു കാക്കട്ടെ. ചിലപ്പോൾ ആരും ഉത്തരവാദിയല്ലാതെയും അങ്ങനെ സബറിന് സംഭവിച്ചുകൂടുന്നില്ല. അതുകൊണ്ട് അങ്ങനെ ഒരാൾക്ക് സംഭവിച്ചാൽ അയാളെ നമ്മൾ കുറ്റം പറയാൻ പാടില്ല, ആക്ഷേപിക്കാൻ പാടില്ല. പടച്ചവന്റെ അടുക്കൽ നമ്മൾ കുടുങ്ങിപ്പോകും. പക്ഷെ നമ്മൾ സ്വന്തത്തിൽ ഈ ബോധമുള്ളവരായിരിക്കണം. സ്വന്തം മക്കളെ വളർത്തിയെടുക്കുന്ന സമയത്ത് അവരെ ദീനിന്റെ ചുറ്റുപാടിൽ വളർത്താൻ നോക്കണം. എന്റെ മകൻ എവിടേക്ക് വിളിക്കുന്നു, എന്റെ മകൻ വീട്ടിലെപ്പോൾ കയറി വരുന്നു, എന്റെ മകൻ
എവിടേക്ക് പോകുന്നു എന്നതിനെ സംബന്ധിച്ചൊരു ചിന്ത രക്ഷിതാക്കളെ ചെറുപ്പത്തിൽ തന്നെ കുട്ടികളെ കാര്യത്തിൽ ഉണ്ടാകണമെന്ന് ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നെ നശിച്ചിട്ട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അടക്കയാകുമ്പോൾ എടുത്ത് മടിയിൽ വെക്കാം, കവുങ്ങാകുമ്പോൾ മടിയിൽ വെക്കാൻ വകുപ്പില്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ തന്നെ പറയുകയാണ്, വല്ലിസാനു സിനഹുൽ കലാമു, നാവിന്റെ വ്യഭിചാരമാണ് സംസാരം. വൽയദു സിനഹുൽ ബത്സു, കൈയിന്റെ വ്യഭിചാരമാണ് പിടുത്തം. സുബ്ഹാനല്ലാഹ്. ത്വരീഖത്തിന്റെ പേരും പറഞ്ഞ് ശൈഖന്മാരെന്ന പേരിൽ ഇറങ്ങുന്ന ചില ആളുകൾ വരെ അന്യപെണ്ണിന്റെ കൈപിടിക്കൽ പുണ്യകർമ്മമായി തോന്നിപ്പിക്കുകയാണ്. അന്യപെണ്ണിന്റെ കൈപിടിച്ച് പൊരുത്തം കൊടുക്കുകയാണ്. എവിടുത്തെ പൊരുത്തമാണോ അത്? അല്ലാഹുവിന്റെ പൊരുത്തമില്ലാതെ നിനക്ക് പൊരുത്തം കൊടുക്കാൻ ആരധികാരം തന്നു? നീ ഒരു പൊരുത്തം കൊടുക്കുന്നവൻ. ഞാൻ നിന്നോട് ചോദിക്കട്ടെ, അല്ലാഹുവിന്റെ സൃഷ്ടിക്കപ്പുറം എന്ത് പൊരുത്തം? സുബ്ഹാനല്ലാഹ്. ഞാൻ വേദനയോടെ പറയട്ടെ, കല്യാണം നടക്കുന്ന വീട്ടിൽ ഇപ്പൊ പോയിക്കൂടാതെ വന്നിരിക്കുന്നു. കുറേ കല്യാണത്തിന് പോയി, നമ്മളെ പണിയൊക്കെ മുടങ്ങിപ്പോയി, കുട്ടികളെ ക്ലാസ് കൊടുത്തിട്ടില്ല, ഇവിടെ പരിപാടിക്ക് വേണ്ടി ആവശ്യമുള്ളത് നോക്കിയിട്ടുമില്ല, ഒന്നിനും സമയമില്ല. അപ്പൊ ഞാൻ ഇന്നെന്റെ ഡ്രൈവറോട് പറഞ്ഞു പോയി, കല്യാണത്തിൽ നിന്ന് രക്ഷപ്പെട്ടാൽ വല്ല വകുപ്പുണ്ടെങ്കിൽ തർക്കേടില്ലായിരുന്നു. കാരണം സമയം കുറേ അതിന് നഷ്ടപ്പെട്ടു പോയി. ജനങ്ങൾ സ്നേഹിച്ച് ക്ഷണിക്കുന്നതായിരിക്കും, അവർക്ക് അല്ലാഹു ബർക്കത്ത് നൽകട്ടെ. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത്, ഇന്നത്തെ കാലത്ത് ഒരു കല്യാണത്തിന് പോകാൻ പറ്റാത്ത സ്ഥിതിയായിരിക്കുന്നു. കയറി ചെല്ലുമ്പോൾ സുബ്ഹാനല്ലാഹ്, എത്രയോ ഔറത്ത് നടക്കാത്ത സ്ത്രീകൾ അതാ പന്തലിലൂടെ നടക്കുന്നു. ചില സ്ഥലത്ത് അവിടുന്നൊക്കെ വിട്ടുപോയി കല്യാണം കഴിക്കപ്പെടുന്ന പെൺകുട്ടി തന്നെ അതാ പന്തലിൽ വന്നിട്ട് സ്വീകരിക്കുകയാണ് പലരെയും. പലർക്കും അതാ പലരെയും സ്വീകരിക്കുകയാണ്. എന്നല്ല, കല്യാണം കഴിക്കുന്ന പെൺകുട്ടി തന്നെ കല്യാണം പറയാൻ പോകണം എന്ന് വരെ ഇപ്പോൾ ചിലർ ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. എന്തൊരു ഹയാ ഇല്ലാത്ത ലോകമാണ്. ഞാൻ വളരെ വേദനയോട് പറയട്ടെ, 2 ദിവസം മുമ്പ് ദുആ ചെയ്യിപ്പിക്കണമെന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, എന്റെ ഭാര്യക്ക് എന്തോ പറയാനും നേർച്ച തരാനുമുണ്ട് എന്ന് പറഞ്ഞു. ഞാനിങ്ങനെ ആലോചിച്ചു, ഈ ഭാര്യനെയും കൂട്ടി ഇയാൾ വരേണ്ടതുണ്ടോ? അയാൾ തന്നെ വന്നാ പോരെ? ഏതായിരുന്നാലും അവൾക്ക് പറയാനുള്ളത് പറയട്ടെ എന്ന് മനസ്സിലാക്കി ഞാൻ എന്റെ റൂമിലിരുന്നു. പുറത്തുനിന്ന് അവളിങ്ങനെ പറഞ്ഞു. എല്ലാം പറഞ്ഞതിന് ശേഷം ഫ്രണ്ട് എന്നോട് പറയാണ്, എന്റെ മകളെ കല്യാണം ഉണ്ട്, വിളിക്കാൻ വേണ്ടി മകളും വന്നിട്ടുണ്ട്. ഞാനിങ്ങനെ ആലോചിച്ചു, ഇത്ര അതപ്പതിച്ചു പോയല്ലോ നമ്മുടെ സമുദായം, ഇത്ര അതപ്പതിച്ചു പോയല്ലോ നമ്മുടെ സമുദായം, ഈ രൂപത്തിൽ അതപ്പതിച്ചു പോയല്ലോ എന്ന് ഞാൻ ചിന്തിച്ചു പോയി. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഈ പെൺകുട്ടിയെ അയച്ചിട്ട് കല്യാണം പറയിപ്പിക്കാൻ എന്താണ് വകുപ്പുള്ളത്? وقرن في بيوتكن ولا تبرجن تبرج الجاهلية الأولى وأقمن الصلاة. വീട്ടിലടങ്ങി ഒതുങ്ങി കഴിയണം, അത്യാവശ്യത്തിനല്ലാതെ ഇറങ്ങരുത്. പരിശുദ്ധ ഖുർആൻ പറയുമ്പോ അത് വിട്ടിട്ട് എന്തിനാണ് ഈ പാവപ്പെട്ട പെൺകുട്ടിയെ ചുറ്റിക്കറക്കുന്നത്? ഈ പുരുഷൻ വിളിച്ചിട്ട് വരുന്നവര് വന്നാ പോരെ, ഈ പുരുഷൻ വിളിച്ചിട്ട് വരുന്നവര് വന്നാ പോരെ. എന്നാൽ അവിടുന്ന് വിട്ടുപോയി സഹോദരന്മാര്. കല്യാണ വീട്ടിൽ ചെന്നപ്പോ ചിലരെന്താ പറഞ്ഞ് കല്യാണത്തിന് പോയി ഫാത്തിഹ ഒരു ദുആ നടത്തി വരുമ്പോ ഉസ്താദേ പെൺകുട്ടീനെ കാണണ്ടേ എന്ന് ചോദിക്കുന്നിടത്ത് എത്തിയിരിക്കുന്നു. എന്തൊരു ലോകമാണിത്, എന്തൊരു ലോകമാണിത്! സുബ്ഹാനല്ലാഹ്. എന്നിട്ട് ആ പെൺകുട്ടിയെ അനുസരിച്ചിട്ട് കാണിക്കാൻ പോവാണ്. ഞാൻ ആലോചിക്കുന്നു, എന്തേ ഇത്രയും നമ്മുടെ സമുദായം മതപ്പതിച്ചു പോയത്? പുതിയ പെണ്ണിനെ നന്നായി ഭംഗിയിൽ ഒരുക്കിയിട്ട് അതാ അന്യപുരുഷനായ വീഡിയോക്കാരനെ കൂട്ടിക്കൊണ്ടുവന്ന് അവളെ ചിത്രം ഇങ്ങനെ ശരിക്കും നോക്കിയെടുപ്പിക്കുകയാണ്. ഒരു മടിയും നമ്മുടെ സമുദായത്തിനില്ലല്ലോ, ഒരു വിഷമവും തോന്നുന്നില്ലല്ലോ. അന്യപെണ്ണിന്റെ ശരീരം ഇങ്ങനെ പിടിച്ചെടുക്കുമ്പോ വേറൊരു കൂട്ടർ സുബ്ഹാനല്ലാഹ് നിസ്കരിക്കാനാണെന്ന് പറഞ്ഞ് കടപ്പുറത്തേക്കും പല സ്ഥലത്തേക്കും സമ്മേളന സ്റ്റേജിലേക്കും പെണ്ണുങ്ങളെ കൊണ്ടുപോയിട്ട് വീഡിയോക്കാരെ കൊണ്ട് ഇങ്ങനെ നോക്കിയെടുപ്പിക്കുകയാണ്. അല്ലാഹുവിന്റെ വചിനെ കരിച്ചെടുക്കുന്ന പണിയാണ് പോൽ, ദീനീ പ്രവർത്തനമാണ് പോൽ. പരിശുദ്ധ ഖുർആൻ വലിച്ചെറിഞ്ഞ സമൂഹമേ, ഖുർആൻ വലിച്ചെറിഞ്ഞ സമൂഹമേ, 4 ധർണയും 2 പ്രകടനവും നടത്തിയാൽ ഈ സമുദായം രക്ഷപ്പെടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നമ്മളുടെ ചെറിയ മക്കളുടെ തലയിൽ ബോംബ് വന്നു വീഴുമ്പോ
എത്രയോ പെണ്ണുങ്ങളുടെ അഭിമാനത്തിന് ക്ഷതം വരുമ്പോ, ലോകമൊട്ടാകെ മുസ്ലിമീങ്ങൾ ഇഞ്ചിഞ്ചായി മുറിക്കപ്പെടുമ്പോ കാരണം മറ്റൊന്നുമല്ല, നമ്മൾ അള്ളാന്റെ ദീന് നമ്മൾ തകർത്തു, അള്ളാന്റെ ദീനിൽ നമ്മൾ അകന്നു. ഈമാൻ ഉണ്ടെങ്കിൽ നിങ്ങൾ തന്നെയാണ് ഉന്നതരെന്ന് അള്ളാഹു പറഞ്ഞു. മോമിനീങ്ങളെ സഹായിക്കൽ നമ്മളെ കടപ്പാടാണെന്നുള്ള പറഞ്ഞു. പക്ഷേ പരിഷ്കാരത്തിന്റെ മുന്നിൽ പോകുമ്പോ അമേരിക്കക്കാരനെ നാവ് കൊണ്ട് 400 പ്രാവശ്യം കുറ്റം പറയുന്നവൻ, ബ്രിട്ടീഷുകാരനെ 100 പ്രാവശ്യം കുറ്റം പറയുന്നവൻ, അമേരിക്കക്കാരന്റെ സംസ്കാരം സ്വന്തം മകളിൽ തന്നെ പകർത്തിയില്ലേ, സ്വന്തം ഭാര്യയിൽ പകർത്തിയില്ലേ, സ്വന്തം കുടുംബത്തിൽ പകർത്തിയില്ലേ? ഇതൊക്കെ അമേരിക്കയിലുള്ള ഇറക്കുമതിയായ സംസ്കാരമല്ലേ, ബ്രിട്ടീഷുകാരന്റെ സംസ്കാരമല്ലേ? ഇത് മുസ്ലിമീങ്ങളല്ലേ ഏറ്റവും നന്നായി ഇപ്പോൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് അമേരിക്കക്കാരൻ പിന്തുണച്ചതാണ് ഇസ്രായേലിന്റെ ശക്തി എന്ന് നീ വലിയ തെക്കുവയോടെ പറയുകയാണ്, നീ വലിയ പ്രസ്താവന ഇറക്കുകയാണ്, നീ പ്രകടനത്തിന് പോവുകയാണ്. അള്ള കാണുന്നില്ലേ നിന്റെ സംസ്കാരം എന്താണെന്ന്? അള്ള കാണുന്നില്ലേ നിന്റെ വീട്ടിൽ നടക്കുന്നത് എന്താണെന്ന്? അള്ള കാണുന്നില്ലേ ഈ സമുദായത്തിന്റെ നീക്കം എന്താണെന്ന്? അള്ളാഹുവിനെ മറികടന്നുകൊണ്ട് നമ്മെ രക്ഷിക്കാൻ ലോകത്തേത് ശക്തിക്ക് കഴിയും, ഏത് വ്യക്തിക്ക് കഴിയും, ഏത് സമ്പത്തിന് കഴിയും, ഏത് ആയുധത്തിന് കഴിയും, ഏത് പട്ടാളത്തിന് കഴിയും? അള്ളാഹുവിന്റെ സംരക്ഷണം ലഭിക്കണമെങ്കിൽ അള്ളാഹുവിന്റെ ജനങ്ങളായി മുസ്ലിമീങ്ങൾ ജീവിക്കേണ്ടതില്ലേ? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാണ്, വജ്ജിലു സിനാഹൽ ഖുതാ, കാലിന്റെ വ്യഭിചാരമാണ് തെറ്റായ കാര്യത്തിലേക്ക് നടന്നു പോകൽ. വൽ ഖൽബു യതമന്ന, മനസ്സ് കൊതിക്കുകയും ആശിക്കുകയും ചെയ്യുകയാണ്, അത് ഖൽബിന്റെ വ്യഭിചാരമാണ്. ലൈംഗികാവയവം ഒരു പക്ഷേ അത് സത്യമാക്കുകയോ കളവാക്കുകയോ ലൈംഗികമായ കാര്യം നടക്കുകയോ നടക്കാതിരിക്കുകയോ ചെയ്യുന്നുവെങ്കിലും ഈ പറഞ്ഞതെല്ലാം വ്യഭിചാരമാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം മുസ്ലിം, ഇമാം ബുഖാരിയും മറ്റും റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് മുസ്ലിം സഹോദരന്മാരെ, അന്യപെണ്ണിലേക്ക് നോക്കുന്ന ഏർപ്പാട്, അന്യപെണ്ണിനെ പ്രദർശിപ്പിക്കുന്ന ഏർപ്പാട്, ഇതൊക്കെയും കടുത്ത ഹറാമാണെന്ന് ഓർക്കണം. ഇതുപോലെ ഞാൻ പറയട്ടെ, സുബ്ഹാനല്ലാഹ്, ഒരു ദിവസം ഇങ്ങനെ ഒരു റോട്ടും കൂടി പോവാണ്, മേപ്പയൂരിന്റെ അടുത്ത് റോട്ടും കൂടി ഇങ്ങനെ പോവാൻ. അപ്പോഴും ഒരു സ്കൂളിൽ കുട്ടികൾ ഗ്രൗണ്ടിൽ കളിക്കുന്നു, ഒരു പെൺകുട്ടിയും ആൺകുട്ടിയും തമ്മിൽ കുസ്തി പിടിക്കുന്നത് മാഷ് ഇങ്ങനെ കളിപ്പിക്കുകയാണ്, ബ്രാൻഡ് പെണ്ണിനെ കുസ്തി പിടിച്ചിട്ട് കളിപ്പിക്കുകയാണ്. ഞാനിങ്ങനെ ആലോചിച്ചു പോയി, എന്തൊരു ലോകമാണ് റബ്ബേ ഇത്. ആൺകുട്ടിയും പെൺകുട്ടിയും പരസ്പരം കുസ്തി പിടിക്കുന്നു. എന്നാൽ പിന്നീട് എനിക്കറിയാൻ സാധിച്ചു, കോളേജുകളിൽ നിന്ന് പിരിയുന്ന ദിവസം സുബ്ഹാനല്ലാഹ്, പ്രത്യേകം ചില ആൺകുട്ടികൾക്ക്, ഇഷ്ടപ്പെട്ട ആൺകുട്ടികൾക്ക് പ്രത്യേകം കൈ കൊടുക്കുന്ന ദിവസമുണ്ട് പോലും. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. 2 ആഴ്ച മുമ്പ് ഞാൻ ഇവിടെ കല്ലാച്ചിക്കടുത്തൊരു കല്യാണ വീട്ടിൽ 2 ദിവസം മുമ്പ് അവിടെ പോയിരുന്ന് എന്റെ സ്നേഹിതന്മാരുമായി സംസാരിക്കുമ്പോൾ ഒരാൾ എന്നോട് പറഞ്ഞു, നിങ്ങൾക്കൊരു കഥ കേൾക്കണോ സാധേ? ഞാനൊരു സ്ഥലത്ത് ചെന്നു, ഒരു വീട്ടിൽ ചെന്നു നോക്കുമ്പോൾ എന്റെ തൊട്ടടുത്ത വീട്ടിലുള്ള പെൺകുട്ടി കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടിയാണ്. ഞാൻ ആ വീട്ടിൽ കണ്ടു. ആ പെൺകുട്ടിയുടെ വീട്ടുകാരാരുമില്ല, അവിടെ കുടുംബക്കാരാരുമില്ല. അവൾ അവിടെ വന്നിരിക്കുന്നു. ഞാൻ ചോദിച്ചു, ഇവളെന്താ ഇവിടെ കാണുന്നത്? അപ്പോഴാ പറയുന്നത്, അവളെ കൂടെ പഠിക്കുന്ന ചെറുപ്പക്കാരന്റെ വകയിൽ അവൾക്ക് ഇങ്ങോട്ട് ഒരു സൽക്കാരമാണ്. സുബ്ഹാനല്ലാഹ്, ഒരുപാട് സൽക്കാരം നമ്മൾ മുമ്പ് കേട്ടിട്ടുണ്ട്. അന്യ പെണ്ണിനെ വിളിച്ച് സൽക്കരിക്കുന്ന സൽക്കാരം കടുത്ത ഹറാമായ ഭക്ഷണം. സൽക്കാരം ഹറാം, വിളിച്ചത് ഹറാം, പോയത് ഹറാം, പറഞ്ഞേച്ചത് ഹറാം. എന്തിനു പോയി? ഇതൊക്കെ മുസ്ലിം സമുദായത്തിൽ നടക്കുന്ന സംഗതികളായി ഓരോരുത്തർ പറയുമ്പോൾ മനസ്സ് വേദനിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് എന്താണ്? ഇയ്യാകും വദ്ദുഖൂല അലൻ നിസാ, അന്യ സ്ത്രീകളുള്ള സ്ഥലത്തേക്ക് നിങ്ങൾ കടക്കാൻ തന്നെ പാടില്ല. നമ്മളെ നാട്ടിൽ പല സ്ഥലത്തും ഒരു ഏർപ്പാടുണ്ട്. അന്യപുരുഷന്മാർ വന്നിട്ട് ആദ്യം തന്നെ വരുന്നതിന്റെ പിന്നിലൂടെയാണ്. വാതിലൂടെ വരാതെ വരുന്നതിന്റെ പിന്നിൽ കൂടി അടുക്കള കൂടി കുഞ്ഞാമീന്നും വിളിച്ചിട്ട് അവനെ പെരുത്തി തന്നെ. സുബ്ഹാനല്ലാഹ്, ആണുങ്ങൾ അകത്തിരിക്കുന്നുണ്ട്. ആണുങ്ങളെ കാണുന്ന അടുക്കള കൂടി കയറിയിട്ട് മുന്നിൽ വന്ന് ഇറങ്ങുമ്പോഴാണ് ഇവനിങ്ങനെ പുക വലിച്ചിട്ട് വീടിന്റെ പുക മൂക്കിലൂടെ വരുന്ന മാതിരി ഇവൻ കാണുന്നത് തന്നെ. ഇത്ര സംസ്കാരമില്ലാത്തൊരു ഏർപ്പാട്. ഈ അന്യപുരുഷന്മാർ, അന്യ സ്ത്രീകളുള്ള വീട്ടിൽ അടുക്കളയിൽ കയറുന്ന ഏർപ്പാട്. സുബ്ഹാനല്ലാഹ്, അവിടെയും ചിലപ്പോൾ മുസ്ലിയാരെ പേരുള്ളവരും അതേ രൂപത്തിലായാലോ പിന്നെ അതിനെ സംബന്ധിച്ച് പറയേണ്ടതുണ്ടോ? സഹോദരന്മാരെ, ഏത് സാധനവും നശിച്ചാൽ ഉപ്പിട്ട് നന്നാക്കാം. ഉപ്പ് തന്നെ നശിച്ചാൽ എന്ത് ചെയ്യും? ഉപ്പ് തന്നെ പൊളിച്ചാൽ എന്ത് ചെയ്യും?
ഉപ്പ് തന്നെ വീട്ടാൽ എന്ത് ചെയ്യും? ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, അന്യ സ്ത്രീകളുള്ള അടുക്കളകളിലേക്ക് കയറി ചെല്ലുന്നത് അല്ലാഹുവിന്റെ റസൂൽ വിരോധിക്കുകയാണ്. ബുഖാരി മുസ്ലിം റിപ്പോർട്ടിന്റെ ഹദീസാണ്. അന്യ സ്ത്രീകളുള്ള സ്ഥലത്തേക്ക് കടന്നു ചെല്ലൽ നിങ്ങൾക്ക് ഹറാമാണ്, നിങ്ങൾ സൂക്ഷിക്കേണ്ടതാണ്. അൻസാരികളിൽപ്പെട്ടൊരു സഹാബി ചോദിച്ചു, നബിയെ, ഭർത്താവിന്റെ കുടുംബങ്ങളായാലോ, സ്വന്തം ജ്യേഷ്ഠന്റെ ഭാര്യയാണെങ്കിലോ ഭാനുജന്റെ ഭാര്യയാണെങ്കിലോ? ഉടനെ അല്ലാഹുവിന്റെ റസൂൽ ഇവിടെ ഗൗരവത്തോടെ മറുപടി, ഭർത്താവിന്റെ ബന്ധത്തിൽപ്പെട്ട പുരുഷന്മാരും മരണമാണോ? എന്താണ് പറഞ്ഞതിനർത്ഥം? മരണത്തിന് തുല്യമാണ് ഭർത്താവിന്റെ അനുജനും ജ്യേഷ്ഠനുമൊക്കെ മറ്റൊരു ആ സ്ത്രീയുടെ സമീപത്തേക്ക് കയറി ചെല്ലുന്നത്. എന്താ കാരണം? പലപ്പോഴും ഒരുപാട് വ്യഭിചാരങ്ങൾ നടക്കുന്നത്, ഒരുപാട് കുടുംബ ബന്ധങ്ങൾ മുറിഞ്ഞു പോകുന്നത് ഭർത്താവിന്റെ അനുജന്മാര് ജ്യേഷ്ഠന്മാര് തുടങ്ങിയവരുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഹറാമിലൂടെയാണ്. എത്രയോ വ്യഭിചാരത്തിൽ ജനിക്കുന്ന മക്കളും അങ്ങനെയാണ്. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ബുഖാരി മുസ്ലിമിന്റെ ഹദീസാണ്, ഭർത്താവിന്റെ കുടുംബം മരണസമാനമാണ്. സ്വന്തം ഭാര്യന്റെ അനുജത്തിനെയും കൊണ്ട് ഒറ്റക്ക് ആശുപത്രിയിൽ പോകുന്നു. എങ്ങനെ ഒറ്റക്ക് ഞാൻ പറഞ്ഞ പ്രത്യേകം ശ്രദ്ധിക്കണം. കൂടെ ഒരു പെണ്ണില്ലാതെ, കൂടെ ഒരു പുരുഷനില്ലാതെ സ്വന്തം അനുജന്റെ ഭാര്യനെയും കൊണ്ട് ആശുപത്രിയിൽ പോകുന്നവര്, സ്വന്തം ജ്യേഷ്ഠന്റെ ഭാര്യനെയും കൊണ്ട് ആശുപത്രിയിൽ പോകുന്നവര്, അതുപോലത്തെ ചില ചങ്ങാതികളില്ലേ, ഇതുപോലെ ജ്യേഷ്ഠത്തിന്റെ ഭർത്താവിനെയും കൂട്ടി പോകുന്ന ചില സ്ത്രീകളുമില്ലേ? പാടുണ്ടോ സഹോദരാ? ഒറ്റക്കാകുമ്പോൾ അത് മുഴുവനും തെറ്റല്ലേ? വേറെയും കുറെ ആളുകളുള്ള കൂട്ടത്തിൽ അദ്ദേഹമാണെങ്കിൽ പിന്നെയും തരക്കേടില്ല. വിദേശ രാജ്യങ്ങളിൽ ജീവിക്കുന്ന സഹോദരന്മാരോട് ഞാൻ പറയട്ടെ, ഒരു വിധത്തിൽ സാധിക്കുമെങ്കിൽ നിങ്ങളെ ഭാര്യമാരെ നിങ്ങൾ വിദേശത്തേക്ക് കൊണ്ടുപോകണം. നിങ്ങളുടെ കൂടെ ജീവിക്കാൻ അവർക്ക് നിങ്ങൾ അവസരം നൽകണം. വിദേശ രാജ്യങ്ങളിൽ പോകുന്നവർക്ക് സാമ്പത്തിക ശേഷി ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ സ്വന്തം ഭാര്യമാരെ നിങ്ങളെ കൂടെ ജീവിക്കാൻ നിങ്ങൾ അനുവദിക്കണം. ഭാര്യമാർക്ക് അതിന് സംതൃപ്തി ഉണ്ടെങ്കിൽ പ്രത്യേകിച്ചും. അതിന്റെ പുറമെ ഞാൻ പറയട്ടെ, അതിന് നിങ്ങൾക്ക് സാധിക്കുകയില്ലെങ്കിൽ പഴയ കാലത്തെ പകരം ഇപ്പോൾ ട്രെയിനുകൾ ധാരാളമായി, ട്രെയിനിൽ തന്നെ ടിക്കറ്റിന് പൈസ വളരെ കുറഞ്ഞ് സൗകര്യങ്ങൾ പലതും അല്ലാഹു തആല തന്നിട്ടുണ്ട്. അതുകൊണ്ട് വിദേശത്ത് പോകുന്ന ആളുകൾ പരമാവധി നാട്ടിലേക്ക് അടുത്തടുത്ത് തന്നെ വരാൻ വേണ്ടി ശ്രമിക്കണം. സ്വന്തം കല്യാണം കഴിച്ച ഭാര്യമാരോട് കടപ്പാടുണ്ടെന്ന ബോധം നിന്റെയും എന്റെയും മനസ്സിലുണ്ടാകണം. ചിലർക്ക് പണം ധാരാളം സമ്പാദിക്കണം, പടുകൂറ്റൻ വീടുണ്ടാക്കണം, അതുപോലെ പലതും വേണം, പക്ഷേ ജീവിതം വേണ്ട. അങ്ങനെ ചിന്തിക്കുന്ന ചിലരുണ്ട്. ഓ മനുഷ്യ, അതിന്റെ ഭാര്യയ്ക്ക് ജീവിതം വേണം, നിനക്ക് ജീവിതം വേണം, അത് ഹലാലായ നിനക്ക് വേണം. അതിന് നിന്റെ മനസ്സ് ചിന്തിക്കണം. കുറെ പണം വാരിക്കൂട്ടിയിട്ട് കാര്യമില്ല, നീ കുറെ സൗകര്യം ചെയ്തു കൊടുത്തിട്ട് കാര്യമില്ല. നിന്റെ കൂടെയുള്ള സന്തോഷകരമായ ജീവിതത്തിന് നിന്റെ ഭാര്യയ്ക്ക് നീ അവസരം നൽകണം. ഇതുപോലെ കുടുംബത്തിൽപ്പെട്ട അഥവാ കാണാനും തൊടാനും പറ്റാത്ത അകന്ന കുടുംബത്തിൽപ്പെട്ടവർ, ഭാര്യയുടെ ഭർത്താവിന്റെ ജ്യേഷ്ഠൻ, അനുജൻ തുടങ്ങിയവർ, അവരുടെ കൂടെ മോട്ടോർ ബൈക്കിന്റെ മേലെ പോകുന്ന ചില സഹോദരിമാരുണ്ട്. തെറ്റാണ്. പെൺകുട്ടികളെ കൊണ്ടുപോകുന്നതും തെറ്റ് തന്നെ. നിങ്ങൾ അല്ലാഹുവിന്റെ ദീന് മറികടന്നുകൊണ്ടുള്ള ജീവിതം നയിച്ചാൽ പടച്ച റബ്ബിന്റെ അടുക്കൽ വെച്ച് ഏതൊക്കെ ശിക്ഷകൾ ആർക്കെല്ലാം എങ്ങനെയെല്ലാമാണ് വരുന്നതെന്ന് നമുക്ക് പറയാൻ സാധ്യമല്ല. ബുഖാരി മുസ്ലിം റിപ്പോർട്ടിന്റെ ഹദീസിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു, ലാ യഖലുവന്ന അഹദുക്കും ബിംറഅത്തിൻ ഇല്ലാ മഅദി മഹറമിൻ. കാണാനും തൊടാനും പറ്റുന്ന കുടുംബങ്ങൾ കൂടെയില്ലാതെ ഒരന്യ പുരുഷനും ഒരന്യ സ്ത്രീയുടെ കൂടെ തനിക്കാൻ പാടില്ല. ഇത് ഇമാം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. അതുകൊണ്ട് വളരെ ഗൗരവത്തോടുകൂടി ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് നമുക്ക് ബോധമുണ്ടാകണമെന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്.
തെറ്റുകളിലേക്ക് മനുഷ്യൻ കടന്നു പോകാൻ സാധ്യതയുള്ള വഴികൾ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടച്ചു കളയുന്നത് ഞാനും നിങ്ങളും പടച്ച റബ്ബിന്റെ കഠിനമായ ശിക്ഷയിൽ പോയി വീട് പോകരുതെന്നത് കൊണ്ടാണ്. അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്, ഇന്ന ഫുറൂജ സുനാതി ലയുദീ അഹ്ലന്നാർ ലതുനുരീഹാ. വ്യഭിചാര കുറ്റം ചെയ്യുന്ന സ്ത്രീ പുരുഷന്മാരുടെ ഗുഹ്യസ്ഥാനങ്ങളിൽ നിന്ന് ഒലിക്കുന്ന വലിയ സ്ഥലവും വല്ലാത്ത നാറ്റമുള്ള വസ്തുക്കളുമുണ്ട് നരകത്തിൽ. ആ ഒലിക്കുന്ന സ്ഥലങ്ങൾ അത് നരകത്തിൽ തന്നെയുള്ള ജനങ്ങൾക്ക് അതിന്റെ ദുർഗന്ധം കൊണ്ട് വല്ലാത്ത പ്രയാസം അനുഭവിക്കുന്നു. നരകത്തിൽ നിന്ന് ചീഞ്ഞളിഞ്ഞ് കെട്ടുനാറുന്ന അവസ്ഥയിലേക്ക് ഓ ഉമ്മമാരേ, പെൺകുട്ടികളെ, ചെറുപ്പക്കാരെ, അതപ്പതിച്ച് വീണിട്ട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് റഹ്മത്തുല്ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന്റെ വഴി തന്നെ അടച്ചു കളയുകയാണ് കേട്ടോ. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വഫ്ദു അബ്ദുൽ ഖൈസിന്റെ നിവേദക സംഘം വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്നപ്പോ ആ സംഘത്തിൽ നല്ല ഭംഗിയുള്ള ഒരു ആൺകുട്ടി ഉണ്ടായിരുന്നു. മുഖത്തിന് നല്ല ഭംഗിയുള്ള ഒരു ആൺകുട്ടി. അത്തരം ആൺകുട്ടികൾക്ക് അറബിയിൽ അമ്രദ് എന്നാണ് പറയുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സദസ്സിലേക്ക് വന്ന കൂട്ടത്തിൽ നല്ല ഭംഗിയുള്ള ഒരു ആൺകുട്ടി. ഉടനെ അല്ലാഹുവിന്റെ റസൂൽ ആ കുട്ടിയെ പിടിച്ച് പിന്നിലിരുത്തി. അല്ലാഹുവിന്റെ റസൂലിന്റെ പിന്നിലിരുത്തി. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, ഇന്നമാ കാനത്ത് ഫിത്നത്തു ദാവൂദ് മിനൻ നവരീ. അതേ, പല പരീക്ഷണങ്ങളും പലർക്കും സംഭവിച്ചിട്ടുണ്ട്. ആ സംഭവിച്ചത് പലതും ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലത്ത് നടന്ന ഒരു സംഭവം വരെ നോട്ടം കാരണമാണെന്ന് പോലും പറയപ്പെട്ടിട്ടുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. വളരെ ഗൗരവത്തോടെ കാണേണ്ട വിഷയമാണെന്ന് പണ്ഡിതന്മാരെടുത്ത് ഉദ്ധരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ണുകൊണ്ടുള്ള നോട്ടത്തെ വളരെ ഗൗരവത്തോടെ പറയുകയാണ്. നമ്മളൊരു അന്യപെണ്ണിനോട് സംസാരിക്കേണ്ടി വന്നാൽ തന്നെ തലതാഴ്ത്തി സംസാരിച്ച് പഠിക്കണം. തലതാഴ്ത്തി സംസാരിച്ച് പഠിക്കണം. വികാരത്തോടു കൂടിയാണ് നോക്കുന്നതെങ്കിൽ ഹറാമാണെന്നതിൽ തർക്കമില്ല. ഒരു വികാരവുമില്ലാതെ ഒരു പെണ്ണിന്റെ മുഖത്തേക്ക് പുരുഷൻ നോക്കിയാൽ തന്നെ കടുത്ത ഹറാമാണെന്ന് ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരും പറയുന്നു. ദഈഫായ ഒരു അഭിപ്രായം മാത്രമേ വികാരമൊന്നും തോന്നാത്ത ഘട്ടത്തിലാണെങ്കിൽ അന്യ സ്ത്രീയുടെ മുഖം കാണാമോ എന്നതിൽ വന്നിട്ടുള്ളൂ. പ്രബലമായ അഭിപ്രായമനുസരിച്ച് ഹറാമ് തന്നെ. എന്നാൽ അതിന്റെ പുറമെ വികാരത്തോടുകൂടിയാണെങ്കിൽ താടിയും മീശയും മുളക്കാത്ത ഭംഗിയുള്ള ആൺകുട്ടികളെ മുഖത്ത് നോക്കലും കടുത്ത ഹറാമാണെന്ന് പണ്ഡിതന്മാര് പറയുന്നു. സുബ്ഹാനല്ലാഹ്. സുഫിയാൻ സൗരി റളിയല്ലാഹു അൻഹു നിങ്ങൾ കേട്ടിട്ടില്ലേ? മഹാനവറുകൾ ഒരു ബാത്റൂമിന്റെ ഭാഗത്തേക്ക് ചെല്ലുമ്പോ മുഖമുള്ള ഒരു ചെറിയ ആൺകുട്ടി അങ്ങോട്ട് ചെന്നു. മഹാനവറുകൾ പറഞ്ഞു, അഖ്രിജൂഹു അന്നി, ഈ കുട്ടിയെ പെട്ടെന്ന് പിടിച്ച് പുറത്താക്കൂ. فإني أرى مع كل امرأة شيطانا وأمكن مع كل صبي بما تأثر شيطانا. ഒരു പെണ്ണിന്റെ കൂടെ ഒരു ശൈത്താനാണ് ഉള്ളതെങ്കിൽ ഭംഗിയുള്ള ആൺകുട്ടികളുടെ കൂടെ ഞാൻ 10-ലധികം ശൈത്താന്മാരെ കാണുന്നു. മനുഷ്യനെ തെറ്റിലേക്ക് നയിക്കുന്ന വളരെ വലിയൊരു രംഗമാണതെന്ന് സുഫിയാൻ സൗരി റളിയല്ലാഹു അൻഹു മുന്നറിയിപ്പ് നൽകുന്നു. സഹോദരന്മാരെ, ക്ഷമിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ പൊരുത്തം കരുതി ഹറാമിലേക്ക് വഴുതി പോകാതെ ജീവിച്ച് മരിക്കാൻ ഞാനും നിങ്ങളും തയ്യാറാക്കണമെന്ന് ഈ സമയത്ത് ഉണർത്തുന്നു. ഒരു ചെറിയ സംഭവം പറഞ്ഞ് ഞാൻ എന്റെ പ്രസംഗം നിർത്തട്ടെ. ഉപദേശിക്കുന്നവരോട് ആരോടും നമുക്ക് ഒരിക്കലും തന്നെ മോശമായ പ്രതികരണം വേണ്ട. നമ്മൾ നന്നായാൽ നമ്മൾക്ക് നന്ദി. വയല് പറയുന്നവന്റെ കബറിൽ വയല് കേൾക്കുന്നവരാരും വരുന്നില്ല. നിങ്ങൾ ആരുടെയും കബറിൽ വയല് പറയുന്നവരും വരുന്നില്ല. ഒരു ബാപ്പയുടെ കബറിലും മകൻ കടക്കുന്നില്ല. മകന്റെ കബറിൽ ബാപ്പയും കടക്കുന്നില്ല. ഭാര്യയുടെ കബറിൽ ഭർത്താവില്ല. ഭർത്താവിന്റെ കബറിൽ ബാപ്പയും ഭർത്താവിന്റെ കബറിൽ ഭാര്യയുമില്ല. അവനവന്റെ ആഹ്റം രക്ഷപ്പെടുത്താൻ
ആരെല്ലാം ശ്രദ്ധിച്ചു അത് അവരവർക്ക് നല്ലതാണ്. രഹസ്യവും സൂക്ഷിക്കണം, പരസ്യവും സൂക്ഷിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 9 കാര്യം എന്റെ റബ്ബനോട് കൽപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞത് രഹസ്യത്തിലും പരസ്യത്തിലും അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്നാണ് ഒരു കാര്യം. പിന്നെയോ രണ്ടാമത് അവിടുന്ന് പറഞ്ഞു, അതേ അതേ എന്നോട് എന്റെ റബ്ബിന്റെ കൽപ്പനയാണ്, ദേഷ്യം പിടിക്കുന്ന സമയത്തും തൃപ്തിയുള്ള സമയത്തും നീതിയുള്ള വാചകങ്ങൾ മാത്രമേ പറയാവൂ. എന്തിന്റെ പേരിൽ വെറുപ്പ് പിടിച്ചാലും തോന്നിവാസം പറയരുത്. ഉമ്മ ഉപദേശിക്കുമ്പോ മക്കളെ ഉമ്മാനെ കുറ്റം പറയരുത്. ബാപ്പ ഉപദേശിക്കുമ്പോ ബാപ്പനെ കസർത്തരുത്. വളരെ ശ്രദ്ധിക്കണം. സംസാരിക്കുന്ന വാക്കുകൾ നന്നായി ശ്രദ്ധിക്കണം. നിങ്ങൾ കണ്ടോ, ഇമാം ഇസ്ബഹാനി റളിയല്ലാഹു റിപ്പോർട്ട് ചെയ്തൊരു സംഭവം കാണാം. മഹാനായ വഹബ് ബിൻ ഹൗസബ് റഹ്മത്തുള്ളാഹി അലൈഹി നിങ്ങൾ പറഞ്ഞു, ഞാനൊരു ഗോത്രക്കാരുടെ സമീപത്തേക്ക് ചെന്നു. അവിടെ ഒരു മഖബറയുണ്ട്. അസറിന്റെ ശേഷം ഞാനിങ്ങനെ ഇരിക്കുമ്പോ അവിടെ അതാ മഖബറയിലുള്ള ഒരു ഖബറിൽ നിന്ന് ഒരു തല ഇങ്ങോട്ട് മേലോട്ട് പുറത്തു വന്നു. കഴുതയുടെ തലയാണ്, ശരീരം മനുഷ്യന്റേതാണ്. കഴുത കൂച്ചയുടെ ശബ്ദമെടുക്കുന്നത് പോലെ ഒരു കഴുതക്കൂച്ചമെടുത്തിട്ട് അങ്ങനെ തന്നെ ഖബറിലേക്ക് അങ്ങ് താഴ്ന്നുപോയി. ഞാനതാ കാണുന്നൊരു പ്രായം ചെന്ന ഉമ്മ അപ്പുറത്ത് നിന്നെന്തോ ഒരു സാധനം, ഒരു നൂല് തുൽക്കുകയോ രോമത്തിന്റെ തുണി തുന്നുകയോ മറ്റോ ചെയ്യുന്നുണ്ട്. ഞാൻ ആ പെണ്ണിന്റെ ഭാഗത്തേക്ക് നോക്കിയിട്ട് ഞാൻ ആ പ്രായം തന്നെ കിഴവിയായ ഉമ്മയോട് ചോദിച്ചു, ഉമ്മയെ സംബന്ധിച്ച് ചോദിച്ചു, ആ ഉമ്മ ആരാണ്? എന്നോട് ആളുകൾ പറഞ്ഞു, ആ നിങ്ങളിപ്പോൾ കണ്ട ആ മനുഷ്യന്റെ ഉമ്മയാണ്. ഖബറിൽ നിന്ന് പുറത്തു വന്ന് കഴുതത്തല കണ്ടില്ലേ, ശബ്ദമെടുത്തില്ലേ, അദ്ദേഹത്തിന്റെ ഉമ്മയാണ്. ഞാൻ ചോദിച്ചു, എന്തായിരുന്നു അദ്ദേഹത്തിന്റെ സംഭവം? അദ്ദേഹം പറഞ്ഞു, മറ്റുള്ളവർ ആ ഉമ്മ എന്നോട് പറഞ്ഞു, എന്റെ മകൻ കള്ള് കുടിക്കുന്നവനായിരുന്നു. ഒരു ദിവസം കള്ളിങ്ങനെ കുടിച്ചപ്പോൾ മകനോടെന്ന് പറഞ്ഞു, യാ ബുനയ്യ ഇത്തഖില്ലാഹ് ഇലാ മതാ തശ്റബു ഹാദൽ ഖംർ, ഏതുവരെയാണ് മോനെ നീ കള്ള് കുടിക്കുക? ഇതെന്തൊരു കുടിയാണ് മോനെ? ഉമ്മയൊന്നെന്ന് ചോദിച്ചു പോയി. ഉടനെ ഈ മകന്റെ മറുപടി, ഇന്നമാ അന്തി തന്നീന കമ്മൻ കുൽ ഹിമാർ, കഴുത ചിലക്കുന്നത് പോലെ, കഴുത ശബ്ദിക്കും പോലെ നീ എന്തിന് ചിലക്കണം എന്ന് ഉമ്മയോട് ഈ മകനെന്ന് പറഞ്ഞു പോയി. സുബ്ഹാനല്ലാഹ്, അന്നത്തെ ദിവസം തന്നെ ഈ മകൻ അസറിന് ശേഷം മരണപ്പെട്ടു പോയി. ഓരോ ദിവസവും അസറിന്റെ സമയമാകുമ്പോ ഈ മകൻ കഴുതയുടെ തലയുമായി പുറത്തേക്ക് ഇങ്ങനെ തലയിട്ടിട്ട് കഴുത കരയും പോലെ കരഞ്ഞ് ഖബറിലേക്ക് നീങ്ങലാട്. മഹാനവറുകളോട് അവിടെയുള്ള ജനങ്ങൾ വിവരിക്കുന്നു. ഉസ്താദ് ഉപദേശിക്കുമ്പോ, മുതിർന്നവർ ഉപദേശിക്കുമ്പോ, നേതാക്കൾ ഉപദേശിക്കുമ്പോ, അത് ഉമ്മ പറയുമ്പോ, ബാപ്പ പറയുമ്പോ, ബാപ്പന്റെ ദേശം പറയുമ്പോ, ബാപ്പന്റെ അനുജൻ പറയുമ്പോ, അമ്മാമൻ പറയുമ്പോ, ഉപ്പാപ്പ പറയുമ്പോ, ചുണ്ടി കയറുന്ന ചില ചെറുപ്പക്കാരില്ലേ, ചുണ്ടി കയറുന്ന പെൺകുട്ടികളില്ലേ, പിന്നെ ആരാണ് ഉപദേശിക്കേണ്ടത് സഹോദരന്മാരെ? ആരാണ് ഉപദേശിക്കേണ്ടത് സഹോദരിമാരെ? ഒരു നേതാക്കന്മാരെയും വില വെക്കൂല. ഞങ്ങൾ മനസ്സിലാക്കിയതുപോലെ ഞങ്ങൾ നീങ്ങുമെന്ന നിലക്ക് ഒരച്ചടക്കവുമില്ലാതെ നീങ്ങുന്ന ചെറുപ്പക്കാരുടെ പ്രവർത്തനങ്ങളെ കൊണ്ട് രാജ്യത്തുണ്ടാകുന്ന നഷ്ടങ്ങൾ എത്രയാണ്, സമുദായത്തിനുള്ള നഷ്ടങ്ങൾ എത്രയാണ്, രാഷ്ട്രത്തിനുള്ള നഷ്ടങ്ങൾ എത്രയാണ്, ദീനിന് നടക്കുന്ന നഷ്ടങ്ങൾ എത്രയാണ്. എന്തൊരു ലോകത്തായി പോയി നമ്മുടെ ജീവിതം. ഇതാക്കാന ഉമറാവുക്കും സിറാറക്കും അഗ്നിയാവുക്കും ബുഖലാഅക്കും വഹുദൂറുക്കും മിലാരിസായിക്കും സബത്തുൽ ഖൈറും മിൻ ളഹരിഹാ. നിങ്ങളെ നേതാക്കന്മാർ നാശകാരികളാകുമ്പോ അനുയായികൾക്ക് ഒരു മതിപ്പുമില്ലാത്ത നേതാക്കന്മാർ, പറഞ്ഞാൽ അനുസരിക്കപ്പെടാത്ത നേതാക്കന്മാർ, അങ്ങനെ നേതാക്കന്മാർ നാശകാരികളാകുമ്പോ അതുപോലെ നിങ്ങളെ കാര്യങ്ങളൊക്കെ പെണ്ണുങ്ങൾ സ്ത്രീകൾ തീരുമാനിക്കുന്ന കാലമാകുമ്പോ അതുപോലെ നിങ്ങളെ പണക്കാർ, ആ പണക്കാർ അവരതാ കൊടുക്കാതെ ബഹീലന്മാരായി കോടിക്കണക്കിന് എത്ര ഉണ്ടാക്കിയിട്ടും എനിക്ക് ആഹൃത്തിലേക്കൊരു വീട് വേണമെന്ന ചിന്തയില്ല. വളരെ പാവപ്പെട്ട ബതുക്കളിൽപ്പെട്ട വളരെ പാവപ്പെട്ട ഒരു അറബിയായ
ഒരു സഹോദരൻ അല്ലെങ്കിൽ ഒരു സഹോദരിക്ക് ഒരു തോട്ടത്തിലെ കൃഷിയിൽ നിന്നോ മറ്റോ അല്ലെങ്കിൽ അതാ ഉദ്യോഗം വിടുന്ന സമയത്ത് കിട്ടിയ ഒരു ചെറിയ സംഖ്യയോ കയ്യിൽ കിട്ടിയാൽ എവിടെയുണ്ട് റബ്ബേ, ഇന്ത്യയിലോ പാകിസ്ഥാനിലോ അല്ല ഏതെങ്കിലും ഒരു രാജ്യത്ത് പള്ളി ഉണ്ടാക്കാനെന്ന് പാവപ്പെട്ട അറബികൾ ചിന്തിക്കുന്നത് നമ്മൾ കാണുന്നു. അതേ സമയത്ത് കോടികൾ സമ്പാദിച്ച മുതലാളിമാർ, കോടികൾ ചെലവഴിച്ച വീടുകൾ, കോടികൾ ചെലവഴിച്ച ബിൽഡിങ്ങുകൾ, എനിക്ക് ആഖിറത്തിൽ ജീവിക്കാൻ ഒരു പള്ളി നിർമ്മിക്കണമെന്നത് പോയിട്ട് ഒരു പള്ളിയുടെ കമ്പിയെങ്കിലും എടുത്തു കൊടുക്കണമെന്നൊരു ചിന്ത പലപ്പോഴും നമ്മുടെ നാട്ടിലെ മുതലാളിമാർക്കുണ്ടാകുന്നില്ലല്ലോ സഹോദരന്മാരെ. അഥവാ വല്ലതും കൊടുക്കാമെന്ന് പറഞ്ഞാൽ തന്നെ അതൊന്ന് കൊടുത്തെന്റെ കടിയെടുക്കണമെന്ന ചിന്ത വരുന്നില്ലല്ലോ. എന്തേ കാരണം? ഈമാനിന്റെ കുറവല്ലേ. നിങ്ങളുടെ പണക്കാർ ബഹീലന്മാരാകുമ്പോ ഓരോർക്കും മിലാനിസായിക്കും, നിങ്ങളെ സമുദായത്തിലുള്ള സ്ത്രീകൾ കാര്യക്കാരാകുമ്പോ സുബ്ഹാനല്ലാഹ്, സ്റ്റേജിലും പെണ്ണുങ്ങള്, എല്ലാ സ്ഥലത്തും സ്ത്രീകള്, പ്രസംഗിക്കാനും സ്ത്രീകള്, ഇസ്ലാമിക ശരീഅത്ത് ചോദ്യം ചെയ്യാനും സ്ത്രീകള്, അങ്ങനെ പെണ്ണുങ്ങൾ കൈകാര്യം ചെയ്യുന്ന കാലമാകുമ്പോ ഈ ഭൂമിയുടെ ഉപരിലോകത്തേക്കാൾ നല്ലത് ഭൂമിയുടെ താഴ്ഭാഗമാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. ഖബറിൽ കിടക്കുന്നതാണ് നല്ലതെന്ന് താല്പര്യം. ഇത് നേരത്തെ പറഞ്ഞ ആളാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ ഓർമ്മയിൽ വേണം. അപ്പൊ സഹോദരന്മാരെ, ഏത് സമയത്ത് സംസാരിക്കുമ്പോഴും നീതിയുടെ സംസാരം മാത്രമേ പാടുള്ളൂ. പിന്നെയോ അവിടുന്ന് പറഞ്ഞു, അൽ ഖസ്ദ ഫിൽ ഫഖരി വൽ ഗിനാ, ഐശ്വര്യമുള്ളതും അതേ ദാരിദ്ര്യമുള്ള സമയത്തും മിതത്വം വേണം, അനാവശ്യമം ഈ ചെലവഴിക്കരുതെന്ന് എന്റെ റബ്ബനോട് കൽപ്പിച്ചു. പിന്നെയും അവിടുന്ന് പറഞ്ഞു, അൻ അസ്ലമൻ ഖതഅനി, എന്നോട് ഇങ്ങോട്ട് ബന്ധം മുറിച്ചവനോട് അങ്ങോട്ട് ബന്ധം ചേർക്കണം, ഇങ്ങോട്ട് കല്യാണം പറയാത്തവനോട് അങ്ങോട്ട് പറയണം, ഇങ്ങോട്ട് വീട്ടിൽ വരാത്തവന്റെ വീട്ടിൽ അങ്ങോട്ട് പോകണം, ഇങ്ങോട്ട് ക്ഷണിച്ചിട്ട് വരാത്തവന്റെ വീട്ടിൽ അങ്ങോട്ട് ക്ഷണിച്ചാൽ പോകണം. നമ്മൾക്കൊരു കാര്യം വരുമ്പോൾ അവരെ നമ്മൾ ക്ഷണിക്കണം. ഇതെന്റെ റബ്ബനോട് കൽപ്പിച്ചതാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. അവിടെയാണ് അഹങ്കാരമില്ലാത്ത മനസ്സ്, അവിടെയാണ് താഴ്മയുള്ള മനസ്സ്, അവിടെയാണ് അള്ളാന്റെ പൊരുത്തം ചിന്തിക്കുന്ന മനസ്സ്. അവൻ അങ്ങനെ പറഞ്ഞില്ലേ എന്നെ, അവൾ അങ്ങനെ ചോദ്യം ചെയ്തില്ലേ എന്നെ, അവൻ ഇങ്ങനെ ചെയ്തില്ലേ എന്നെ. ഇതൊരു നല്ല മൂമിനിന്റെ മനസ്സിൽ ഉണ്ടാകാൻ പാടില്ല. ആരെന്ത് പറഞ്ഞാലും പൊരുത്തപ്പെട്ടു, എനിക്കെന്റെ റബ്ബിന്റെ പൊരുത്തം കിട്ടിയാൽ മതി, എനിക്കെന്റെ ആഖിറം രക്ഷപ്പെട്ടാൽ മതി, എനിക്കെന്റെ ആഖിറത്ത് നന്നായാൽ മതി, താഴ്ന്ന ദുനിയാവിൽ നിന്ന് ഈമാനോടെ ഒന്ന് സലാമത്തായാൽ മതി. ആരോടും വൈരാഗ്യമില്ല, ആരോടും വിദ്വേഷമില്ല. ആ നിലയ്ക്ക് ജീവിക്കാൻ റബ്ബിന്റെ കൽപ്പനയാണ്. ഞാൻ ആ റബ്ബിന് വേണ്ടി ചെയ്യുകയാണ്, ആരെയും ഭയപ്പെട്ടിട്ടല്ല, റബ്ബിനെ ഭയപ്പെട്ടിട്ടാണ്. എനിക്ക് തരുന്നവനല്ലയാണ്, തടയുന്നവനല്ലയാണ്. അവിടുന്ന് വീണ്ടും പറഞ്ഞില്ലേ, വഅൻ അസ്ലമൻ ഖതഅനി വഉതിയ മൻ ഹറമനി, എനിക്ക് തരാത്തവന് അങ്ങോട്ട് കൊടുക്കണം, ഇങ്ങോട്ട് തന്നിട്ടില്ലല്ലോ എന്ന ചിന്ത ഉണ്ടാകരുത്, അങ്ങോട്ട് കൊടുക്കണം. വഅഫു അമ്മൻ സലമനി, എന്നെ ഇങ്ങോട്ട് ആക്രമിച്ചവന് അങ്ങോട്ട് ആക്രമിക്കാതെ അങ്ങോട്ട് വിട്ടുവീഴ്ച ചെയ്യണം. വഅയ്യകൂന സുൻതി ഫിക്റാ, എന്റെ അടക്കം ചിന്തയാകണം, എവിടെ പോകുമ്പോഴും ചിന്തയാകണം. എന്തൊക്കെ ചിന്തിക്കാനുണ്ട്, അല്ലാഹുവിന്റെ സൃഷ്ടികളെ കുറിച്ച് ചിന്തിക്കാനുണ്ട്, അല്ല തന്നതിനെ കുറിച്ച് ചിന്തിക്കാനുണ്ട്, അല്ല വെച്ച പാഠങ്ങളെ കുറിച്ച് ചിന്തിക്കാനുണ്ട്. കൊണ്ട് അനാവശ്യങ്ങളൊന്നും പറയാതെ എന്റെ വാചകങ്ങളൊക്കെ ദിക്റായിരിക്കണം. പടച്ചവന്റെ അടുക്കൽ പ്രതിഫലം കിട്ടുന്നത് മാത്രം സംസാരിക്കണം. എന്ത് നോക്കിയാലും പാഠം പഠിക്കണം. ചെറിയ തൈത്തങ്ങ് നോക്കുമ്പോ നിറയെ തേങ്ങ, ധാരാളം വിളമ്പിറ്, അത് കാണുന്ന ചെറുപ്പക്കാരൻ മനസ്സിലാക്കണം, ധാരാളം സുന്നത്ത് സ്കരിക്കേണ്ടത് ഞാനാണ്, ധാരാളം സുന്നത്ത് നോമ്പെടുക്കേണ്ടത് ഞാനാണ്, ധാരാളം ദിക്ർ ചൊല്ലേണ്ടത് ഞാനാണ്. കണ്ടില്ലേ, തൈത്തങ്ങിന്റെ നേരെ